الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തരം ക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇൻവിറ്റേഷൻസ്. നമ്മൾ പലരെയും പല കാര്യങ്ങൾക്കും ക്ഷണിക്കാറുണ്ട്, പലരും നമ്മളെയും ക്ഷണിക്കാറുണ്ട്. യോഗത്തിന് ക്ഷണിക്കാറുണ്ട്, കല്യാണത്തിന് ക്ഷണിക്കാറുണ്ട്, വീടുണ്ടാക്കി താമസമാക്കാൻ ക്ഷണിക്കാറുണ്ട്, വെറുതെ വിരുന്നിന് ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ പലതരം ക്ഷണങ്ങളുടെ ഒരു സമാഹാരമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ചായ പിടിക്കാൻ ക്ഷണിക്കും. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ക്ഷണങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷണം ഏതാണ്, ഉത്തമമായ ക്ഷണം ഏതാണ്, പ്രയോജനകരമായ ക്ഷണം ഏതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ചില വാചകങ്ങൾ, സൂറത്തുൽ ഫുസ്സിലെ ചില വാചകങ്ങളാണ് നിങ്ങളെ ഞാൻ ആദ്യം കേൾപ്പിച്ചത്.
ഇവിടെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമല സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വാക്കുച്ചരിക്കുന്നവൻ ആരാണ്? ഭൂമിയിലെ മനുഷ്യൻ ഉച്ചരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും ഉത്തമമായ വാക്ക് അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് ഏറ്റവും ഉത്തമമായ ക്ഷണം, ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷണം എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല രീതിയിലും ആ ക്ഷണത്തിൻ്റെ പ്രാധാന്യവും അതിൽ സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്വമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ക്ഷണം യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്കുള്ള ക്ഷണം. അതിൻ്റെ അപ്പുറത്ത് പറയുന്നത് ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവാനുള്ള ക്ഷണമാണ്. സമകാലിക ആഗോള സാഹചര്യത്തിൽ മുസ്ലിം ആവാൻ ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ വിഷമം പിടിച്ച ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടുക എന്നാണ് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളും ഇതൊരു കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം മുസ്ലിമായി കഴിഞ്ഞാൽ അതിന് ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടയും ചട്ടവട്ടങ്ങളും പാലിച്ചില്ലെങ്കിൽ അവനക്ക് അതിൽ നിന്ന് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും. മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ആളുകൾ എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ അസ്വസ്ഥതയുള്ളതുപോലെ തോന്നാറാണ്. പ്രത്യേകിച്ച് ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞാൽ ഈ പള്ളിയിൽ വന്നാൽ എന്ത് കൊടുത്താലും മതിയാവില്ല. കൊടുത്തതിൻ്റെ മീതെ വീണ്ടും കൊടുക്കാനാണ് ഇവിടുത്തെ ഇമാമ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തമാശയ്ക്ക് ഒരാൾ പറയണ്ടായി. ഇതുവരെ വിചാരിച്ചിരുന്നത് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ധനത്തിൻ്റെ ബാധ്യത കഴിഞ്ഞു എന്നാണ്. ഇപ്പം നിങ്ങൾ എന്തോ പുതിയതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ടും കഴിയില്ല എന്നാ പറയുന്നത്. എന്തു കൊടുത്താലും മതിയാവാത്തതാണ്. തമാശയാണെങ്കിലും ലേശം ഗൗരവമുള്ളൊരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പണത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് മനസ്സ് അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മളത് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് നമ്മളുടേതാണ് എന്ന് വിചാരിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നല്ല ഫീലിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരികയും ചെയ്യും. ഇങ്ങനെ കൊടുക്കും തോറും സാധാ നിലയ്ക്ക് അള്ളാഹുമായിട്ട് അടുത്ത് ഫീലിംഗ് ഇല്ലാതാവുക അല്ല ഇവിടെ ചെയ്യുന്നത്. ഇതെന്തത് തീരാത്തത് കൊടുത്ത് എന്തോ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയത് എടുത്തു കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ആ സംസാരം. പക്ഷെ അല്ലാഹു പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതെന്ന് ചെലവഴിക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കാത്ത സംഗതികളുമായി മുന്നോട്ട് പോകാൻ പ്രായോഗിക സാമൂഹിക സാമ്പത്തിക നിലയൊക്കെ വെച്ചുകൊണ്ട് തീരുമാനിക്കുമ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിലും പ്രശ്നമാണ്, പ്രയാസങ്ങളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്യുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അത് അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ വിഷമം എന്നാണ് പലപ്പോഴും തോന്നിച്ചുള്ളത്. സെക്യൂർ ആവുക, സുരക്ഷിതനാവുക, സേഫ് ആവുക എന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം. സമർപ്പിക്കുന്നതിനാണ്, സുരക്ഷിതത്വത്തിനാണ്. ഒരാൾ മുസ്ലിം അയാളുടെ മൊത്തം ജീവിതത്തിൽ അയാൾ സുരക്ഷിതനായി എന്നാണ്. ആ സുരക്ഷിതത്വത്തിലേക്കാണ് വിളിക്കുന്നത്. പക്ഷേ ഈ വിളിക്കുന്നവന് തന്നെ സ്വന്തം രക്ഷയെക്കുറിച്ച് ശരിക്കും ബോധ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സുരക്ഷയുടെ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? അപ്പോൾ സുരക്ഷിതനാവാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഒരു ദിവസം രാവിലെ അങ്ങ് സുരക്ഷിതനാവാൻ പറ്റുമൊന്നുമില്ല. നിരന്തരമായ പരീക്ഷണങ്ങളുടെ പടവുകൾ കടന്നു കയറുമ്പോഴാണ് സുരക്ഷിതത്വത്തിൻ്റെ മേഖലയിലേക്ക് ഒരാൾ എത്തിച്ചേരുക. ഒരു സത്യവിശ്വാസി അവൻ്റെ വിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് ഈ ആത്യന്തികമായ സുരക്ഷിതത്വത്തിൻ്റെ വഴിയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോധം നമുക്കുണ്ടാവും. നാം സുരക്ഷിതനാവാനാണ്. ഞാൻ എന്തെങ്കിലും തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിർദ്ദേശം
അംഗീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതിരാവിലെ തണുപ്പുള്ള സമയത്ത് എഴുന്നേറ്റ് ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ല സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ല സുബഹി കൃത്യമായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് അള്ളാഹു നൽകിയത് മറ്റുള്ളവർക്ക് നൽകുന്നത് ഞാൻ നൽകുന്നുണ്ടെങ്കിൽ, അതൊക്കെ എൻ്റെ രക്ഷയുടെ സുരക്ഷയുടെ കാര്യമാണ് എന്ന ബോധം വരാത്തിടത്തോളം കാലം ഇതൊക്കെ ഒരു ഭാരമായി അനുഭവപ്പെടുമെന്ന് ഖുർആനും ഹദീസുകളും തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സുരക്ഷയാണ്, രക്ഷപ്പെടലാണ്, രക്ഷയിലേക്കാണ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുരക്ഷ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള വിളി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, ദൃഢമായ ജ്ഞാനം, വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മൂലധനം. നമ്മൾ ജീവിതത്തിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് നേരം പണിയുണ്ട്, അല്ലെങ്കിൽ എത്ര സ്വത്തുണ്ട്, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷയുടെ മാനദണ്ഡം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ മാനദണ്ഡം. ഒരു വിവാഹം ആലോചിക്കുമ്പോൾ പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ ആണിൻ്റെയോ സാമ്പത്തിക നിലവ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് ആദ്യമായി ആളുകൾ പരിശോധിക്കുന്നത്. ഇതൊരു ജാഹിലിയ സമ്പ്രദായമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുൻകഹൽ മർഅതു ലിഅർബഇൻ, സാധാരണ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാറുള്ളത്, സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുക്കാറുള്ളത്, ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും തെറ്റിദ്ധരിച്ചിട്ട് ആ ഹദീസിനെടുത്ത് പറയാറുണ്ട്. നാട്ടിൽ സാധാരണ കല്യാണം കഴിക്കാറുള്ളത് അവിടുത്തെ ഒരു സിസ്റ്റം അല്ലാഹുവിൻ്റെ റസൂൽ പറയാം. ഇവിടെ മനുഷ്യന്മാർ വലി മാലിഹ വലി ജമാലിഹ വലി ഹസ്ബിഹ വലി ദീനിഹ ഫൾഫർ ബിദാത്തുദ്ദീൻ. പണ്ഡിതന്മാർ പലപ്പോഴും പറയാം 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുക. അങ്ങനെ അല്ല റസൂൽ പറഞ്ഞത്. സാധാരണ ഇവിടുത്തെ ഈ ജാഹിലിയ മനുഷ്യന്മാർ ചെയ്യുന്ന പണി, പെണ്ണിൻ്റെ സ്വത്ത് നോക്കും, പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കും, പെണ്ണിൻ്റെ കുടുംബം നോക്കും, പെണ്ണ് ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്, ഏത് വംശത്തിൽപ്പെട്ടാണ്. ജൂതന്മാർ അവരുടെ വംശത്തിൽ നിന്നും, ക്രൈസ്തവർ അവരുടെ വംശത്തിൽ നിന്നും, ഖുറൈശികൾ അവരുടെ വംശത്തിൽ നിന്നും കല്യാണം കഴിക്കും. ഇതാണ് ഇവിടെ നോക്കി കല്യാണം കഴിക്കുന്ന ഒരു ഏർപ്പാട്. മുസ്ലിം പണ്ഡിതന്മാർ നിക്കാഹിൻ്റെ ഖുത്ബയിൽ പറയുന്നത് പോലും തലകുത്തനെയാണ്. അതായത് 4 കാര്യങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞിങ്ങനെയാണ്, ഇവിടെ ഈ നശിച്ച ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ വിവാഹത്തിന് നോക്കുന്നത് പെണ്ണിൻ്റെ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അന്ന് ബാങ്കില്ലല്ലോ, പെണ്ണിൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ പെണ്ണിൻ്റെ കുടുംബ മഹിമ, പെണ്ണിൻ്റെ ഗോത്രം. അതൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഫൾഫർ ബിദാത്തുദ്ദീൻ, പെണ്ണിൻ്റെ സംസ്കാരം, പെണ്ണിൻ്റെ ദീൻ, അല്ലാഹുമായിട്ടുള്ള അവളുടെ ബന്ധം, അവളുടെ കുടുംബത്തിൻ്റെ ബന്ധം, അത് നിങ്ങൾ സ്വീകരിച്ച് രക്ഷപ്പെട്ടുകൊള്ളുവാനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ 4 കാര്യങ്ങൾ നോക്കാൻ കുഴപ്പമില്ല എന്നുള്ള, അങ്ങനെയല്ല. 4 കാര്യങ്ങൾ നോക്കണം, ശുദ്ധ അസംബന്ധമാണ്, അത് ജാഹിലിയ സമ്പ്രദായമാണ് എന്നാണ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ വ്യാഖ്യാനം, ഏതിനെയും വ്യാഖ്യാനിച്ച് തരപ്പെടുത്താനും മിടുക്കുള്ള ഒരുപാട് ഉലമാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാ സംഗതികളും പലപ്പോഴും ഖുർആനും ഹദീസും പറഞ്ഞതിൻ്റെ വിരുദ്ധമായ രൂപത്തിൽ ഈ വക സംഗതികൾ വ്യാഖ്യാനിക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. വിവാഹം കഴിക്കുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം, ദീൻ, ആ ദീനുമായിട്ടുള്ള ബന്ധം, അതാണ് നിങ്ങൾ ഏറ്റവും പ്രാമുഖ്യമായി എടുക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ബോധം, വിശ്വാസം, അതാണ് ക്യാപിറ്റൽ എന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അവൻ സൃഷ്ടാവാണ്, സംരക്ഷകനാണ്, അതുപോലെ സംഹാരകനുമായ ഏകാസ്തിത്വമാണ്, മഹാകാരുണ്യവാനും, കൊടുക്കുന്നവനും തടയുന്നവനുമാണ്. ഈ കൊടുക്കുന്നതിലും തടയുന്നതിലും അവൻ്റെ യുക്തിയും കാരുണ്യവും ഉണ്ടാകും. എത്ര മഹാപാപിയാണെങ്കിലും പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുക്കുന്നവനാണ്. സൃഷ്ടികളോട് അങ്ങേയറ്റം കൃപയുള്ള മഹാകാരുണ്യവാനാണ്. തൗബ സ്വീകരിക്കുന്നവനാണ്. മനുഷ്യന് മാർഗദർശനം നൽകുന്നവനാണ്. മനുഷ്യന്റെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും അനുഭൂതികളുടെയും സൃഷ്ടാവും സംരക്ഷകനും അവൻ തന്നെയാണ്. അവൻ ഉദ്ദേശിച്ചാലേ കാണാൻ പറ്റൂ, അവൻ ഉദ്ദേശിച്ചാലേ കേൾക്കാൻ പറ്റൂ, അവൻ ഉദ്ദേശിച്ച് അനുവദിച്ചെങ്കിൽ മാത്രമേ അനുഭൂതികൾ ആസ്വദിക്കാൻ പറ്റൂ. താൽക്കാലികമായി നമ്മുടെ കൈവശമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏത് സംഗതിയും എടുത്തുപയോഗിക്കുമ്പോൾ അത് അവൻ്റെ അനുവാദം വേണം. അവൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന ദൃഢമായ ബോധ്യം. ഇങ്ങനെയുള്ള അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുകയും
ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഇത് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്. എൻ്റെ എല്ലാത്തിൻ്റെയും, എൻ്റെ ആശയുടെ, എൻ്റെ പ്രതീക്ഷയുടെ, എൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം അള്ളാഹു മാത്രമാണ്. ഞാൻ അവനിൽ നിന്ന് മാത്രമാണ് സഹായം ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അവനിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. അവനിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന ദൃഢമായ ബോധ്യം. എനിക്കുള്ളതെല്ലാം അവൻ തന്നതാണ്. അവൻ്റെ തൃപ്തി അനുസരിച്ച് വേണം ഞാൻ ചെലവഴിക്കാൻ. എൻ്റെ കണ്ണുപയോഗിക്കുമ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച എവിടേക്ക് എത്തുന്നുണ്ട്? അനാവശ്യങ്ങൾ കണ്ടാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ ചെവി ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്തത് കേട്ടാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ നാവ് ഞാൻ ചലിപ്പിക്കുമ്പോൾ ആവശ്യമില്ലാത്തത് സംസാരിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഉപയോഗമില്ലാത്ത ചിന്തയും ഉത്തരം കിട്ടാത്ത ചോദ്യവും അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ, അർത്ഥശൂന്യമായി ഭവിക്കുന്ന പല സംഗതികളുണ്ട്. ഇവിടെയൊക്കെ ഇതിനെ അർത്ഥവത്താക്കാൻ, നാവിൻ്റെ പ്രവർത്തനം അർത്ഥവത്താക്കാൻ, കണ്ണിൻ്റെ പ്രവർത്തനം അർത്ഥവത്താക്കാൻ, കാലിൻ്റെ പ്രവർത്തനങ്ങൾ അർത്ഥവത്താക്കാൻ ഇതിൻ്റെ യഥാർത്ഥ നാഥൻ അല്ലാഹുവാണ് എന്ന ദൃഢമായ ബോധ്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവണം. അങ്ങനെ ആദ്യം മനസ്സത് സമ്മതിക്കണം. മനസ്സ് സമ്മതിച്ച് സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിം ആവുക. മനസ്സിൽ നിന്നാണ് വികാരങ്ങളും വിചാരങ്ങളും ചിന്തയും ആശയവും പിന്നെ ഭാഷയും പിന്നെ പ്രവൃത്തി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ പ്രവൃത്തിക്ക് മുമ്പേ ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സ് നമ്മുടെ മനസ്സിലൂടെ നടന്നു പോകുന്നു. മുസ്ലിം ആവാത്ത മനസ്സിൽ നിന്ന് നല്ല പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മനസ്സ് മുസ്ലിമായെങ്കിലാണ്, അതാണ് നീയത്ത് നന്നാവണം എന്ന് പറയുന്നത്. പ്രവൃത്തിയിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അള്ളാഹു അത് നമുക്ക് പുറത്തുതരും. കാരണം നല്ല ഉദ്ദേശമാണെങ്കിൽ. അപ്പൊ ഉദ്ദേശത്തോടു കൂടി വേണം. യഥാർത്ഥ ഉദ്ദേശം ഉണ്ടാവണമെങ്കിൽ, സദുദ്ദേശം ഉണ്ടാവണമെങ്കിൽ മനസ്സെപ്പോഴും നല്ല പരിശുദ്ധമായിരിക്കണം. ഈ പരിശുദ്ധമായ മനസ്സ് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാവാണ് എന്ന ബോധം വേണം. ഞാനും എൻ്റെ അള്ളയും തമ്മിലുള്ള ബന്ധത്തിലാണ് എൻ്റെ ആശ്വാസമുള്ളത്, എൻ്റെ സമാധാനമുള്ളത്. അങ്ങനെയാണ് ഞാൻ സുരക്ഷിതനാകുന്നത്, അപ്പോഴാണ് ഞാൻ സമർപ്പിതനാകുന്നത്, അങ്ങനെയാണ് ഞാൻ മുസ്ലിമാകുന്നത്. അത്ഭുതകരമായ മറ്റൊരു സംഗതി, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ മുഅ്മിനിന്റെ മറ്റൊരർത്ഥം സുരക്ഷിതനാവുക എന്നുള്ളതാണ്. മുസ്ലിമിന്റെ അതേ അർത്ഥം തന്നെ മുഅ്മിനുമുണ്ട് എന്നുള്ളതാണ്. വിശ്വാസിയാവുക, സമർപ്പിതനാവുക എന്നൊക്കെ നമ്മൾ വ്യത്യസ്ത അർത്ഥം പറയാണെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ മുഅ്മിനും മുസ്ലിമും യഥാർത്ഥത്തിൽ മനുഷ്യൻ രക്ഷപ്പെട്ടു സുരക്ഷിതനായി എന്നതിന്റെ അർത്ഥമാണ്. ആ സുരക്ഷയ്ക്കുള്ള പാതയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ സുരക്ഷ സ്വന്തം രക്ഷ മാത്രമല്ല, മറ്റുള്ളവരെയും കൂടി ആ സുരക്ഷയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഓരോ സത്യവിശ്വാസിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ സുരക്ഷിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു, സഹോദര നീയും വരൂ ആ സുരക്ഷയുടെ പാതയിലേക്ക് എന്നതാണ് യഥാർത്ഥത്തിൽ ദഅവ, എന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം എന്നാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് ആ ക്ഷണമാണെന്നുള്ള. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ നുസിലം മിൻ ഗഫൂരിർ റഹീം. വളരെ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാ. അതായത് അള്ളാഹു രക്ഷിതാവാണ് എന്ന് പറഞ്ഞിട്ട് ഏത് വൈതരണിയിലും അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു മാലാഖമാരെ ഇറക്കി വിടും. ഈ മാലാഖമാര് പറയുന്നത് വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യാകുല ചിത്തരാകേണ്ടതില്ല. അതായത് ജന്നത്ത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നിങ്ങളെ നോക്കാനും നിങ്ങളെ വഴി കാണിക്കാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ മിത്രങ്ങളായി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുണ്ടാവും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറ. അത് ചില പണ്ഡിതന്മാർ പറയുന്നത് മരിക്കുന്ന സമയത്ത് പറയുന്നത് അല്ലല്ല, ജീവിത ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ ജീവിതത്തിൽ, മരിക്കണ നേരത്തെ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് പറയേണ്ടതില്ല. അതായത് ദുനിയാവിലെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ ഇതിന് പിൻബലം നൽകുന്നു. കാരണം ഒരാൾ അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിത പ്രവർത്തനങ്ങളെ നേരിടുമ്പോൾ അവന്റെ ഉള്ളിൽ അവന് ശരിയായ ഉപദേശം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ നിയമിക്കുന്നതാണ്. ഇന്ന അലൈനാ ലൽ ഹുദാ വഅലല്ലാഹി ഖസ്ദുസ് സബീൽ വഅദൈനാഹു നജ്ദൈൻ എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു ഏറ്റെടുത്തൊരു ഉത്തരവാദിത്വമാണ് ഒരു സത്യവിശ്വാസി വിജയത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ പാതയിൽ ഏത് വഴിയിലൂടെ എപ്പോൾ എങ്ങനെ സഞ്ചരിക്കണമെന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് അത് അവനെ പറഞ്ഞു പഠിപ്പിക്കാൻ അല്ലാഹ് നേരിട്ടൊന്ന് പറയുന്നതല്ല, മലക്കുകളെ ഏർപ്പെടുത്തുന്നതാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഇൽഹാം. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ബുദ്ധി മുട്ടി നിൽക്കുമ്പോൾ അതിനെ തുറന്നു വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ നിയമിക്കും. അപ്പൊ അവര് പറയും, ഞങ്ങൾ നിങ്ങളുടെ കൈകാര്യകർത്താക്കളാണ്, മിത്രങ്ങളാണ്, സഹായികളാണ്. അപ്പൊ മലക്കിനെ ശരിക്കും ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആഴത്തിലുള്ള ഈമാൻ നേടിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിയാധാരം എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ക്യാപിറ്റൽ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിപുലമായ ജ്ഞാനമാണ് നമുക്കുള്ള കരുത്ത്. എല്ലാം കാണുന്നവനാണ്. നമ്മൾ സാധാരണ നിലയിൽ വലിയ അർത്ഥം ആഴത്തിലൊന്നും ആലോചിക്കാതെ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ മാത്രമേ അല്ലാഹ് എല്ലാം കാണണമല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയുന്ന ആ പരമ്പരാഗതമായ ഈമാൻ എന്ന യഥാർത്ഥത്തിൽ വരുന്നതാണല്ലോ. അല്ലാഹ് എല്ലാം കാണുന്നില്ലേ? അത് ശരിക്കും ആത്മാർത്ഥതയോട് കൂടിയാണെങ്കിൽ അല്ലാഹ് എല്ലാം കാണുന്നവനാണ്, എന്റെ പ്രയാസങ്ങൾ അവൻ അറിയുന്നവനാണ്, എന്റെ ബുദ്ധിമുട്ടുകൾ അവൻ അറിയുന്നവനാണ്, എന്റെ കഷ്ടപ്പാടുകൾ അവന് തിരിയുന്നവനാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും. അതായത് പൈശാചികമായ ദൗർബോധനങ്ങൾ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി പ്രതിരോധിക്കുമെന്ന ഒരുറപ്പ് സത്യവിശ്വാസിക്കുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ആ ഉറപ്പോടുകൂടി അള്ളാഹുമായി ബന്ധപ്പെട്ട് നീങ്ങുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള പല തിന്മകളും ഉണ്ടാവും. അവന്റെ മുന്നിൽ പല തിന്മകളും പ്രതിബന്ധങ്ങളായി ഉണ്ടാവും. ആ തിന്മകളെ തിന്മകളായി തന്നെ കണ്ട് അതിനെ നന്മ കൊണ്ട് നേരിടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല എന്ന്. തിന്മ ഒരിക്കലും നന്മയെ പോലെ ആവുകയില്ല. അതുകൊണ്ട് എപ്പോഴും തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ, ഏറ്റവും ചെറിയ നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പുഞ്ചിരിയാണ്. പുഞ്ചിരി ഒരു സദഖയാണ്. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്, അറിയുന്നവനോ അറിയാത്തവനോ ആള്, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ അറിയാത്ത ആളാണെങ്കിലും ഒന്ന് ചിരി ഇങ്ങനെ ചുണ്ട് അനക്കുകയെങ്കിലും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട്, ഒരു യോഗത്തിൽ കുഴപ്പമുണ്ടായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചു പോകുന്നു. ഈ പുഞ്ചിരി എന്നുള്ളത്, അതുപോലെ നന്മ എന്നുള്ളത് എപ്പോഴും കലിയെ കനിവായി മാറ്റുന്നു, ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും ലജ്ജയായി മാറ്റുന്നു, കോപത്തെ ശാന്തതയായി മാറ്റുന്നു എന്ന് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു ഉപദേശം തന്നാലും പ്രവാചകരെ. അപ്പൊ റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. പിന്നെ ഒന്നുകൂടി ഉപദേശിച്ചാലും, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. എന്നെ ഒന്നുകൂടി ഉപദേശിക്കണം പ്രവാചകരെ, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. കോപം ഒരു പൈശാചിക ദൗർബോധനമാണ്. കോപം ഉണ്ടാവുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ എൻസൈം പ്രൊഡക്ഷനിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ്, ശരീരത്തിന് ആവശ്യമില്ലാത്ത പലതും ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിനെ ചൂടുപിടിപ്പിക്കുന്നു. പുഞ്ചിരിക്കുമ്പോൾ നേരെ മറിച്ച് ആശ്വാസം തരുന്ന ഒരുപാട് എൻസൈമിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നതാണ് ഏറ്റവും പുതിയ വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ എന്നുള്ളത്. അപ്പോൾ ഒരാളിന് ചിരിക്കുമ്പോൾ ആരോഗ്യം വർദ്ധിക്കുക ചെയ്യുന്നത്, ഒരാൾ കോപിക്കുമ്പോൾ അവന്റെ ആരോഗ്യം ക്ഷയിക്കും. നിരന്തരമായി കോപിക്കുന്ന മുൻകോപികളായ ആളുകൾ എപ്പോഴും അവർ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഭൗതികമായി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അയാളോട് സംസാരിച്ചാൽ നാക്കെടുത്താൽ പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. ആ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ദുആണ്. അദ്ദുആഹു വൽ ഇബാദ, അത് ഇബാദത്താണ് എന്നുള്ളതാണ്. അത് ആരാധനയുടെ മജ്ജയാണ്, ആകാശഭൂമികളുടെ പ്രകാശമാണ്, സത്യവിശ്വാസിയുടെ ആയുധമാണ് എന്ന് പറഞ്ഞു. രണ്ടാളും മിണ്ടാതിരുന്നാൽ ആദ്യം സലാം പറയുന്നവന് ഉത്തമമായ സ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സംസാരം ഉണ്ടല്ലോ, അവന്റെ കനിവായി മാറ്റുന്നത് എപ്പോഴും നന്മയാണ്, മുൻപ് കടന്നുകൊണ്ടാണ്. അപ്പൊ നന്മ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകളോട് പോലും അങ്ങോട്ട് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സായിരിക്കണം സത്യവിശ്വാസിക്ക്. അത്തരം സത്യവിശ്വാസികളാണ് മുസ്ലിങ്ങളിൽപ്പെട്ടത് സുരക്ഷിതരായവര് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. തിന്മയെ തത്തുല്യമായ തിന്മ കൊണ്ട് നേരിടുമ്പോൾ എപ്പോഴും ധാർഷ്ട്യവും ധിക്കാരവും ദേഷ്യവും ഒക്കെ കൂടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലിന് പ്രയാസം വന്നപ്പോ, റസൂലിന് അനുയായികളുടെ ചില തീരുമാനങ്ങളിൽ ദുഃഖവും വേദനയും സങ്കടവും വന്നപ്പോ, റസൂലിന് ചില നീരസം തോന്നിയപ്പോ അല്ലാഹ് ഇടപെട്ടുകൊണ്ട് പറയാ, നീ അങ്ങനെ നീരസപ്പെടേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ദുആരക്കുക, നീ വീണ്ടും അവരോട് സംസാരിച്ച് അവരോട് കൂടിയാലോചിക്കുക, പൊളിഞ്ഞ് പാളീസായ ഒരു അഭിപ്രായം പറഞ്ഞ അവരോട് തന്നെ കൂടിയാലോചിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു കാരുണ്യമാണ്. ഒന്ന് ആലോചിക്കുക,
നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള അള്ളാഹു തന്ന നിഅമത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങളാണ്, തെറ്റുകുറ്റങ്ങളാണ് രാവും പകലും ഒക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ മഹാനായ തമ്പുരാൻ നമുക്ക് പുറത്തു തരികയും നമുക്ക് ഭക്ഷണം തരികയും നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നു. ഇതൊരു കാരുണ്യമാണ്. ഈ കാരുണ്യമാണ് പ്രവാചകനിലൂടെ ഒഴുകി വന്നത്, അത് ഖുർആനായി ഒഴുകി വന്നത്, അത് നമ്മളിലേക്ക് പകർത്തി തന്നത്. എന്നിട്ട് നമ്മളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളോട് പ്രത്യേകം പറയുന്നത് വമാ യുലഖഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖഹാ ഇല്ലാ ദൂ ഹള്ളിൻ അലീം. അതായത് നിങ്ങൾക്ക് വളരെ ക്ഷമ വേണമെന്ന് പറഞ്ഞത് ഏറ്റവും മഹാസൗഭാഗ്യവാന്മാരായ ഭാഗ്യശാലികളായ ആളുകൾക്ക് കിട്ടുന്ന ഒരു മഹാസൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഈ ക്ഷമയ്ക്കുള്ള കഴിവുണ്ടല്ലോ, പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തഖ്വ കൂടുന്തോറും ക്ഷമ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൂടുന്തോറും, നമസ്കാരം കൂടുന്തോറും, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും തൗബയും കൂടുന്തോറും ഓരോ മനുഷ്യന്റെയും ക്ഷമിക്കാനുള്ള കഴിവ് വളർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു ക്ഷമയുടെ കഴിവ് അല്ലാഹു തആല എടുത്തു മാറ്റിക്കളയും എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെ ക്ഷമയുടെ കഴിവ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷമയില്ലാതാക്കുകയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി പൈശാചിക ദൗർബോധനമാണ്. നമ്മളെ പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പൈശാചിക ദൗർബോധനത്തെക്കുറിച്ച് അള്ളാഹുവിന് നല്ലവണ്ണം അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മളോടുള്ള ഉപദേശം വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. എപ്പോഴെങ്കിലും നിങ്ങളെ ഒരു പൈശാചിക ദൗർബോധനം പിടികിട്ടാൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊള്ളുക. ആ അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു. സത്യവിശ്വാസികൾക്ക് വേണ്ടി എപ്പോഴും പ്രതിരോധ സജ്ജമായി മാലാഖമാരെ അയച്ചു തരുന്ന പണി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തുകൊള്ളും. അപ്പോ എല്ലാ നിലയ്ക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, മരണം സംഭവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ, ഇങ്ങനെ ഏത് തരത്തിലും സുരക്ഷിതത്വത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മഹാസുരക്ഷ കിട്ടിയ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് ഓരോ സത്യവിശ്വാസിക്കും ബോധമുണ്ടാവണം. ആ സുരക്ഷയിലേക്ക് ആളുകളെ വിളിക്കണം, സ്വന്തം കുടുംബക്കാരെ വിളിക്കണം, നാട്ടാരെ വിളിക്കണം, മുഴുവൻ മനുഷ്യന്മാരെയും വിളിക്കണം. ആ വിളിക്കുന്ന തരത്തിലുള്ള ഒരു ഉമ്മത്തായിട്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉമ്മത്താണ് എന്ന് നമ്മൾ പറയുകയും പക്ഷേ ആ വിളി മര്യാദയ്ക്ക് നടത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാവുന്നതാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി തീരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശംസിക്കുകയാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ കൽപ്പിക്കുകയും അതായത് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവണം. അവർ അല്ലാഹുവിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഉമ്മത്തുൻ ഖൈറ ഉമ്മത്താണെന്നാണ്. കുന്തും ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജത്തിൽ ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അവരിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായമാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുമിനൂന ബില്ലാഹ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. അവർ സ്വന്തം രക്ഷ മാത്രം നോക്കിയാൽ പോരാ, അവനവന്റെ രക്ഷ നോക്കണം, അഹ്ലിന്റെ രക്ഷ നോക്കണം, മുഴുവൻ മനുഷ്യന്മാരുടെയും രക്ഷ നോക്കണം. അത് സത്യവിശ്വാസത്തിന്റെ ബാധ്യതയാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന, ഞാൻ മുഅ്മിനാണ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, സകാത്തിനെ പോലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ്. പലപ്പോഴും പല വിഷയങ്ങളും സമുദായ പണ്ഡിതന്മാർ മറന്നു പോകുന്നത് പോലെ ഈ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങിങ്ങായിട്ടുള്ള ചില ദഅവകളൊക്കെ നടക്കാറുണ്ടെങ്കിലും വളരെ കൃത്യവും ഭംഗിയും കാലികവുമായ നിലവാരത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇത് സുരക്ഷയുടെ പാതയിലാണ്, രക്ഷപ്പെടേണ്ട പാതയിലാണ്, ജീവിത വിജയത്തിന്റെ പാതയിലാണ് എന്ന് ഇതരസ്ഥർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനവും സംരംഭങ്ങളും ഉണ്ടാക്കുന്നതിൽ ആധുനിക മുസ്ലിം സമൂഹം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഉത്തരവാദിത്വം ഓർത്തുകൊണ്ട് ഓരോരുത്തർക്കും വൈയക്തികമായും അതുപോലെ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് എടുത്തെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള ശ്രമം നടത്തുക. അതിന് കാരുണ്യവാനായ രാജതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്താണ്. പ്രബോധനത്തിൻ്റെ സത്യദീനിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രാധാന്യമാണ് നിങ്ങളുടെ മുന്നിൽ ചില ആയത്തുകളുടെ പിന്തുണയോടുകൂടി അവതരിപ്പിച്ചത്. വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു സംഗതി, മനുഷ്യനൊരു അടിസ്ഥാനപരമായൊരു സ്വഭാവമുണ്ട്. ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ, നല്ലത് അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള ഒരു അടിസ്ഥാന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. രണ്ടാൾ റോഡിൽ വെച്ച് പരിചയപ്പെട്ട് ഒരാൾ ചായ പിടിക്കാൻ പോവാം. സ്വാഭാവികമായ ഒരു വർത്തമാനം ഉണ്ടല്ലോ, വരും ചായ പിടിക്കാൻ. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരും. നമ്മളെങ്ങോട്ടെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും കൂട്ടുകാരെ ക്ഷണിക്കുന്ന ഒരു സ്വഭാവം, അത് നമ്മുടെ പ്രകൃതത്തിൽ തന്നെ ഉത്ഭൂതമാക്കപ്പെട്ടതാണ്. ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന മറ്റുള്ളവനും കിട്ടിക്കൊട്ടുള്ളേ എന്ന ഹൃദയവിശാലത സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതിലേറ്റവും ഉത്തമമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചായ വാങ്ങിക്കൊടുക്കലും അതുപോലെ തന്നെ സൽക്കാരത്തിനൊരിക്കലും അല്ലല്ലോ. നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകലല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വലിയ ചോദ്യം അത്. നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വാപ്പയും ഉമ്മയൊക്കെ നിസ്കരിക്കും, മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കില്ല. കുടുംബത്തിലെ പല ആളുകളും പലപ്പോഴും പോണാണ്. 65-70 വയസ്സായ ഉമ്മമാർ കംപ്ലീറ്റ് മുട്ടാക്കട്ട മൂടി, 20-22 വയസ്സായ പെൺകുട്ടികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പ്രധാന ഭാഗങ്ങളെല്ലാം പുറത്തിട്ടിട്ട് ഇങ്ങനെ ഇവിടെ കോഴിക്കോടങ്ങാടിയിലൂടെ നടക്കണം കാണാം. അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും വല്യമ്മാക്കും ഒക്കെ സ്വർഗം വേണം. ഈ കുട്ടി ഇത് എത്ര കാലം ജീവിച്ചിരിക്കുന്നതാക്കും പറയാനൊന്നും പറ്റില്ലല്ലോ, ഇതിന് സ്വർഗം വേണ്ട. നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന സംഗതികളാണ്. ഭാര്യയും മക്കളും പേരക്കുട്ടികളുമൊക്കെ നമ്മളെപ്പോലെ തന്നെ സ്വർഗത്തിലേക്ക് വരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അവരെ നമസ്കരിപ്പിക്കുകയും അവരെ ഖുർആൻ ഓതിപ്പിക്കുകയും അവരെ ഇസ്ലാമിക വസ്ത്രധാരണ നടത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഈ സുരക്ഷയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അയൽക്കാരെ, നമ്മുടെ നാട്ടുകാരെ, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരെയും ഇതിലേക്ക് ലാ ഇക്റാഹ ഫിദ്ദീൻ നിർബന്ധിച്ച് കൊണ്ടുവരണമെന്നില്ല. സത്യവിശ്വാസിയായ നമ്മളെ മക്കളെ നിർബന്ധിച്ച് കൊണ്ടുവരണം. കാരണം സത്യവിശ്വാസം സ്വീകരിച്ചാൽ പിന്നെ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധം തന്നെയാണ്. സ്വീകരിക്കാത്ത ആളുകൾക്കാണ് പറഞ്ഞ ലാ ഇക്റാഹ ഫിദ്ദീൻ, അവരെ നിർബന്ധിച്ച് സത്യവിശ്വാസികളാക്കേണ്ടതില്ല. സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിയമനിർദ്ദേശങ്ങൾ നിർബന്ധമായും അനുസരിച്ചേ പറ്റുള്ളൂ. അവിടെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളെ മക്കളെ അവന് വേണമെങ്കിൽ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, നിർബന്ധിച്ച് തന്നെ നിസ്കരിക്കും. കാരണം അവൻ സത്യവിശ്വാസിയാണ്. സത്യവിശ്വാസം സ്വീകരിക്കാത്ത ഇതരസ്ഥരെ സത്യവിശ്വാസത്തിലേക്ക് നീട്ടിക്കൊണ്ടുവരണം. അവരോട് ഇത് സുരക്ഷയുടെ, ജീവിതരക്ഷയുടെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ പാതയാണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് എന്നാണ് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കുക ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. സദുപദേശത്തോടും യുക്തിയോടും കൂടി നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ആളുകളെ വിളിക്കുക. അപ്പോൾ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിൽ ദഅവത്തിന് പുതിയ പുതിയ ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഈ എല്ലാ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നാളെ പരലോകത്ത് വരുമെന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ വളരെ തന്മയത്തോടു കൂടി ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ദഅവത്തിന് പുതിയ സങ്കേതങ്ങളും സാമഗ്രികളും സമീപനങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ പഴയ കാലത്തെ പല സംഗതികളും പറഞ്ഞാൽ ന്യൂ ജനറേഷന് മനസ്സിലാവില്ല. അപ്പം പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഖുർആൻ പറഞ്ഞ സംഗതികൾ ആഴത്തിൽ പഠിച്ചെടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സമകാലിക മുസ്ലിം സമുദായത്തിനുണ്ട്, സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതിൽ അവർ അമാന്തം കാണിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ മാറ്റുകയും ഈ സമൂഹത്തെ മാറ്റുകയും വേറൊരുത്തെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ്.
അപ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വം ദഅവത്തിന് പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റിയ ഉത്തമമായ അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, അവരുടെ വിജ്ഞാന നിലവാരമനുസരിച്ച് പുതിയ പുതിയ സംഗീതങ്ങൾ ഉണ്ടാക്കാനും പുതിയ പുതിയ സമീപനങ്ങൾ സ്വീകരിക്കാനും നാം ബാധ്യസ്ഥരാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചാൽ അതിൽ നിർബന്ധമൊന്നുമില്ല, സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ഉത്തമം. ഇനി അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ വമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ സന്ദേശം എത്തിച്ചില്ലെങ്കിൽ വമാ ബല്ലഗത റിസാലതഹു, ആ സന്ദേശം എത്തിച്ചിട്ടില്ല എന്ന ഒരു അപരാധം നമ്മുടെ പേരിൽ എഴുതപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല്ലാഹു യഅസിമുക മിനന്നാസ്, എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാത്തുകൊള്ളുമെന്നും അല്ലാഹു തആല എടുത്ത് വാഗ്ദാനം ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവമുള്ള സക്കാത്തിനെ പോലെ, ജിഹാദിനെ പോലെ, ഇൻഫാഖിനെ പോലെ, ഇഅ്തിസാം ബില്ലാഹിനെ പോലെ ഒരു സംഗതിയാണ് ദഅവത്ത് എന്നും. കഴിഞ്ഞ പല ഖുതുബകളിലെ പല സംഗതികൾ ഇഅ്തിസാം ബില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക, ഇൻഫാഖും ഫീ സബീലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദഅവത്ത്. നമ്മൾ പോകുന്ന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് സഹജീവിയെയും കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാകാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിൽ പ്രകടമാക്കാനാണ് സത്യവിശ്വാസികളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ആ സത്യവിശ്വാസികൾ ആ കാരുണ്യം പ്രകടമാക്കാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു കുഴപ്പം പിടിച്ചതാണ് എന്ന് മറ്റുള്ളവർ പേടിച്ചോടുന്ന ഒരു തരത്തിലായിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് തിരുത്തി എഴുതാൻ സമകാലിക സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അത് ഗൗരവപൂർവ്വം മനസ്സിലാക്കുകയും അതിനുവേണ്ട പ്രവർത്തനം നടത്തുകയും ചെയ്യാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയതി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെന്ന് മരിച്ച് നിന്നിലേക്ക് എത്തിയ ആൾക്കാർ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു അവരെ നീ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ഫിർദൗസിൽ ഞങ്ങളും അവരെയും ഒരുമിച്ച് ഫിർദൗസിൽ നീ ഇടം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ദീന് ശരിയായ നിലയിൽ മനസ്സിലാക്കാനും യഥാർത്ഥ മുഅ്മിനും മുസ്ലിമായി ജീവിക്കാനും മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങൾക്ക് ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. റാളിയത്തും മർളിയായി നിന്നിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ആരോഗ്യം നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആഫിയത്ത് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അന്തഛിദ്രതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി കരുണ പരസ്പരം കൈമാറി ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വികാരങ്ങളിലും വിചാരങ്ങളിലും ചിന്തയിലും ആശയിലും ആശയത്തിലുമൊക്കെ നിന്നെ ഓർക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ ഞങ്ങളെ എപ്പോഴും എവിടെയും നീ നിലനിർത്തണേ തമ്പുരാനെ. അങ്ങനെ മാതൃകാപരമായ മുസ്ലിങ്ങളായി ജീവിച്ച് മാതൃകാപരമായി തന്നെ മരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. തമ്പുരാനെ, നിന്നോട് മുന്നിൽ മാത്രമേ ഞങ്ങൾക്കിത് പറയാനുള്ളൂ. നീ തട്ടിക്കളഞ്ഞാൽ മറ്റൊരു ഇലാഹിന്റെ മുന്നിൽ പറയാനില്ല നാഥ. ആത്മാർത്ഥമായ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. അതിനുത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികൾ ഞങ്ങളെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. പടച്ചവനെ, നിന്നെ കണ്ടെത്തുവോളം നിന്റെ എല്ലാതരം അനുഗ്രഹങ്ങളും കൊണ്ട് നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പൈശാചിക ദൗർബോധനങ്ങളിൽ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ.
اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين.